എത്ര നേരം വരെ നമുക്ക് കിട്ടും കേട്ടോ, കുറെ നേരം വരെ കിട്ടും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു ടോയ്സ് വീഡിയോ ആയിട്ടാണ് വന്നുള്ളത്. അത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹോൺ, അതായത് ടോയ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കിട്ടുന്ന ഒരു ഹോണാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും മറക്കരുത്. നേരെ നമുക്ക് വീഡിയോ കിട്ടാല്ലേ. വാ അപ്പോൾ മീൻസ് നമ്മൾ ടോയ് ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു പഴയ പാൻ എടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ ലെക്സി പാൻ എടുത്തുള്ളത് കേട്ടോ. ഈ ലെക്സി പാനിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. അതായത് ഈ ഒരു പോർഷനും അതുപോലെ ഈ ഒരു പോർഷൻ, അതുപോലെ ഈ ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ ആയിട്ടുള്ള പോർഷൻ ഒഴിവാക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പീസുകൾ മാത്രം മതിയിട്ട് ഇത് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ടോയ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ഇതേപോലത്തെ ഒരു ബലൂൺ വേണം. ഞാൻ അവിടെ ചെറിയൊരു ബലൂൺ എടുത്തുള്ളത്, നിങ്ങൾക്ക് വലിയ ബലൂൺ യൂസ് ചെയ്യാട്ടോ, ഒരു കുഴപ്പമില്ല. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ടോപ്പിൻ്റെ ഈ ഒരു വശമില്ല, അത് ബലൂണിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് കട്ടിങ് കൊടുക്കണം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ നല്ല രീതിയിൽ കട്ടിങ് എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ആ വലിയ പോർഷൻ വരുന്നില്ലേ, ആ വലിയ പോർഷൻ വരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും കട്ടിങ് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു അളവിനെ വെച്ചതിന് ശേഷം ഈ രണ്ട് പോർഷനും കൂട്ടി നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഇതേപോലെ കണ്ട നല്ല രീതിയിൽ വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം രണ്ടും കൂടി ഇതേപോലെ ഒന്ന് ഒടിച്ചങ്ങ് എടുക്കണം കേട്ടോ. അത് നോക്കിയാൽ ഈ ഭാഗത്ത് നല്ല ടൈറ്റ് ആയത് കിട്ടണം. ഏകദേശം നോക്കിയാൽ ഇതുപോലെ ആയിട്ട് കിട്ടണത് നമുക്ക് ഈ ഒരു വശം കണ്ട. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പോ എടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിട്ട് മാസ്കിൻ ടേപ്പാണ്, ഏതൊരു ടേപ്പ് എടുത്താൽ മതി കേട്ടോ. അതെടുത്തിട്ട് നമ്മൾ ഈ മടക്കി ഈ ഒരു വശത്തില്ലേ അത് വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ തീരെ എയർ പുറത്തേക്ക് പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ മനസ്സിലായി നല്ല രീതിയിൽ ഇതേപോലെ ചിറ്റിങ് ലെവലാക്കി എടുക്കണം. കാരണം വെച്ചാൽ തൈറ്റി എയർ പോലും പുറത്ത് പോകാൻ പാടില്ല കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടോയുടെ ഫുൾ വർക്ക് ഇതേ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടോയ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ ഹോണിൻ്റെ ഫുൾ വർക്ക് ഇതേ കഴിഞ്ഞിരിക്കുകയാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഒരു ടോയ് ഹോണാണിട്ടത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പഴയ ഒരു പാൻ ഉണ്ടായാൽ മതി, ചെയ്തെടുക്കാം. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണണ്ടേ. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഊതി കൊടുക്കുകയാണ് കേട്ടോ. ഗൈസ്, ഇത് ചെറിയ ഒരു ബലൂൺ ആയതുകൊണ്ടിട്ട് എത്ര വലിയ ബലൂണാണെന്ന് വെച്ചാൽ ഇതൊന്നും കൂടുതൽ സൗണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടാ. നോക്കട്ടാ, തവണ വരെ നല്ലൊരു സൗണ്ട് നമുക്ക് കിട്ടും. നോക്കിയാൽ കിട്ടലിനാണ്. എത്ര നേരം വരെ നമുക്ക് കിട്ടൂട്ടാ, കുറെ നേരം വരെ കിട്ടും. എന്റെ മോനെ നല്ല സൗണ്ടാട്ടാ. എത്ര സമയം വരെ കിട്ടൂട്ടാ നോക്കിയാ, ഒരുപാട് സമയം വരെ കിട്ടും. നോക്കിയാ ഒരുപാട് സമയം വരെ കിട്ടൂട്ടാ. അത് മാത്രമല്ല നോക്കിയാൽ ഇങ്ങനെ അടയ്ക്കും തുറന്ന് നിൽക്കും. നല്ല സൗണ്ട്, നല്ല സൗണ്ട് കേട്ടാ. കിട്ടുന്ന സാധനമാണ്. നമുക്ക് വേണമെങ്കിൽ പല സൗണ്ടിൽ ഇങ്ങനെ ആക്കാം. എന്താ കിട്ടലിനാണ്. അപ്പോൾ മനസ്സിലായി എങ്ങനെ നമ്മളുടെ ഹോണ് അടിപൊളിയല്ലേ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹോണാണ് കേട്ടോ. അതായത് നമ്മൾ വേസ്റ്റ് പാൻ എന്തായാലും നമ്മൾ കുട്ടികളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും. ആ പാൻ ഉപയോഗമില്ലാത്ത പാൻ ഉപയോഗിച്ച് ചെയ്യണ ഒരു കിടലിന് ഒരു ഹോണ നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കിടലിന് റൈറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാരണം ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.